ഈ തൊപ്പിക്കാരൻ പറയുന്നത് കേട്ടതൊക്കെ അയൽക്കൂട്ടത്തിന് ചെന്നിരിക്കുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കും ലീഗ് എന്ത് ചെയ്തു എന്ന്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയാൻ, ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ, എടി പെണ്ണെ, ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള നട്ടില് പോലും ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ നല്ല വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാ അവകാശം നേടിത്തന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണക്കാർ ഉമ്മമാരാണോ എന്ന സംശയമില്ല. അതില്ല. കിറ്റ് തന്നപ്പോ പൊട്ടിയ ശർക്കരയുടെ മൂല അളന്നിട്ട് വോട്ട് മറിച്ച നെറികെട്ട ഉമ്മമാർ നിങ്ങളെ വീട്ടിലുണ്ടാവാം. ബഹുമാനപ്പെട്ട NV അബ്ദുസലാം മൗലവി പറഞ്ഞ നിലപാട് അതിൽ ഫൈനല്. ഒരു പൂളക്കമ്പനെ നിർത്തിയിട്ട് ലീഗ് പറയാൻ ഇതാണ് നിങ്ങളെ സ്ഥാനാർത്ഥി എന്ന്. മര്യാദക്ക് വോട്ട് ചെയ്തോളമെന്നാണ് ലീഗിന്റെ നിലപാട്. പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ അതാണ് നിലപാട്. ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. അവിശ്വാസമുണ്ടെങ്കിലേ ലീഗുള്ളൂ. 5 വക്ത നിസ്കാരം ഉണ്ടെങ്കിലേ ലീഗുള്ളൂ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിലേ ലീഗുള്ളൂ. ചിലർ പറയും ലീഗ് വർഗീയ പാർട്ടി എന്ന്. എന്താണെന്നറിയോ? ലീഗ് മുസ്ലിം സമുദായത്തെ പ്രൊമോട്ട് ചെയ്യാന്നാണ്. അങ്ങനെയാണ്. അത് പറയാൻ നമ്മളാരെയും ഭയക്കേണ്ടതില്ല. EMS സാഹിബ് ഇടയ്ക്കിടെ പറയാറുണ്ട്, നിങ്ങളാരും റെഡിമെയ്ഡ് മോഡിഫൈഡ് മതേതരത്വം ഉണ്ടാക്കരുതെന്ന്. നമുക്ക് മതേതരത്വ നിലപാടെന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ നിലപാട് ഒരു വശത്തേക്ക് മാറ്റി നിർത്തി മതേതരത്വ നിലപാടിനെ പൊലിപ്പിക്കുക എന്നുള്ളതല്ല. തൊപ്പി വെച്ച് എന്തൊക്കെയോ വന്നിരുന്നു പറയുന്നു.